ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒനിയിലും അഭിലാഷും അനുമോളും അക്ബറും എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുക. അനുമോൾ അതിലൂടെ പോകുമ്പോൾ നമ്മുടെ ഒനിയിലാണ് അനുമോളെ ഇവിടെ വന്നിരിക്കും കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി സംസാരിപ്പിക്കുന്നത്. ആദ്യം തന്നെ അവർ സംസാരിക്കുന്നത് കഥാപ്രസംഗത്തെക്കുറിച്ച് തന്നെയാണ്. ഞാൻ ഷാനവാസുക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്ന്, ഞങ്ങളുടെ ഇൻട്രോ ഒന്നും കൊള്ളത്തില്ലായിരുന്നു എന്ന് അനുമോൾ തന്നെ പറയുന്നുണ്ട്. എല്ലാവരോടും അനുമോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിയിലും പറയുന്നുണ്ട് പുള്ളിക്കാരനാണെങ്കിൽ എല്ലാം പുള്ളിക്കാരൻ്റെ ഒരു രീതിയിലാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് പല കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പിന്നെ അതിനൊന്നും സമ്മതിച്ചില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിക്കാക്ക് അപ്പം തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്യണം, ഇല്ലെങ്കിൽ പുള്ളിക്കാരന് പിന്നെ ദേഷ്യമാവും. ഞാൻ അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം ദേഷ്യപ്പെട്ട് ഞാൻ പുള്ളിക്കാരനോട് മിണ്ടാതെ പുള്ളിക്കാരൻ മുഖം കൊടുക്കാതെ അങ്ങോട്ട് മാറി നിന്നു. നിങ്ങളുടെ ഇൻട്രോയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് അക്ബറിനോട് അനുമോൾ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ കഥാപ്രസംഗം മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് അക്ബർ പറയുന്നുണ്ട്. ശരത്തേട്ടനൊക്കെ അതിനകത്ത് കൊണ്ടുവന്നില്ലേ, നല്ല കാര്യം, ശരത്തേട്ടൻ പാവം എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. മസ്താനിക്കിട്ടൊരു കുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോമിനേഷനെ കുറിച്ചാണ്. ഈ ആഴ്ച എന്താണെങ്കിലും ഞാൻ നോമിനേഷന് അക്ബർ പറയുന്നത് ഷാനവാസിനെ പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവൻ നെവിനോട് കാണിച്ചത് വളരെ മോശമാണ്. ഒരു സോറി ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒതുങ്ങുന്ന ഒന്നല്ല. അവൻ അത്രയും വേദനിച്ചിട്ടുണ്ട് നെവിനെന്ന് അക്ബർ പറയുന്നുണ്ട്. അനുമോളൊന്നും തന്നെ മിണ്ടുന്നൊന്നുമില്ല. അപ്പോഴേക്കും അഭിലാഷ് പറയുന്നുണ്ട് എൻ്റെ ഒരു വോട്ട് ഞാൻ ഇനി വെറുതെ വേസ്റ്റ് ആക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേസ്റ്റ് ആക്കിയിരുന്നു, ഇപ്രാവശ്യം ബിഗ് ബോസ് വീട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേ പേരുണ്ട്, അവരൊക്കെ പുറത്ത് ചാടിക്കണം, അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് മാത്രമാണ് ഞാൻ വോട്ട് ചെയ്യുള്ളൂ എന്ന് അഭിലാഷ് പറയുന്നുണ്ട്. ഒനിയിൽ പറയുന്നുണ്ട് ഈ ആഴ്ച പറയാനാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്.